ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അതുപോലെ ആമൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22:14 വായിക്കുമ്പോൾ ആമൻ നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നത് എന്തിന്? ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ്. നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയാകണം, ദൈവത്തിന്റെ സാക്ഷിയാകണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, ദൈവം നമ്മെ അറിയിച്ചതായ കാര്യങ്ങൾ നാം ജനത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ സാക്ഷിയാകാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധി ഒരുങ്ങാനുള്ള കാലഘട്ടം അടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന കഷ്ടകാലത്തിൽ അകപ്പെട്ട് തകർന്നു പോകാതിരിക്കാൻ നാം ഒരുങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഇവിടെ വ്യക്തമായി വേദപുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ ഹല്ലേലൂയ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷവും ഉണ്ടാകുകയുമില്ല. ആമൻ, ആ പ്രവചനം നിങ്ങൾ വളരെ ചിന്തിക്കണം. കർത്താവ് ഇത് ഒരു മനുഷ്യൻ പറഞ്ഞതല്ല കേട്ടോ. അഖിലാണ്ടത്തിന്റെ ഉടയ തമ്പുരാനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം യെശയ്യാവ് പ്രവാചകനിൽ കൂടി വ്യക്തമായി ഈ ലോകത്തോട് അറിയിക്കുന്നതായ ഒരു കാര്യമാണ്, ഒരു ഗൗരവമായ മറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇവിടെ പ്രവചന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ? എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത പോയിന്റ് വളരെ ചിന്തിക്കണം. ഈ ദാസനോട്, ഈ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് മുമ്പേ ഒരു ദൈവവും വന്നിട്ടില്ല, എനിക്ക് ശേഷവും ഇനി ഒരു ദൈവവുമില്ല, ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിലായാലും ശരി, പഴയ നിയമത്തിലെ ശിക്തന്മാരുടെ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ പലയിടത്തും ഞാനാകുന്നു എന്ന് പറയുന്നത്. കാരണം ഞാനാകുന്നു എന്ന് പറയാൻ അധികാരമുള്ളത് പിതാവായ ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യമായ അനുഭവത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി തീരുമാനങ്ങളോടുകൂടി അടുത്തു വരാൻ പോകുന്നതായ കട്ടതകളിൽ നിന്ന് ജയം പ്രാപിച്ചോ യേശുക്രിസ്തുവിന്റെ വരവിലേക്ക് ഒരുങ്ങാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.